പത്തനംതിട്ടയിൽ അരളിച്ചെടിയുടെ ഇല തിന്ന് പശുവും കിടാവും ചത്തെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത്. അത്ര അപകടകാരിയാണോ അരളി? ജീവനെടുക്കാൻ മാത്രം വിഷമുണ്ടോ അരളിയിൽ? ആലപ്പുഴയിലെ സൂര്യ എന്ന പെൺകുട്ടിയുടെ മരണത്തിലും അരളിയുടെ സാന്നിധ്യമുണ്ട്. മരണകാരണം അരളിപ്പൂവ് കഴിച്ചതാണോ എന്ന് ഉറപ്പിക്കാൻ ആന്തരികാവയവ പരിശോധനാ ഫലം പുറത്തു വരണം. സത്യത്തിൽ അരളിയുടെ പ്രശ്നം എന്താണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുപോലെ വിഷാംശമുള്ള മറ്റ് സസ്യങ്ങളുണ്ടോ? അത് ഏതൊക്കെയാണ് എന്നത് നമുക്കൊന്ന് പരിശോധിച്ച് വരാം. എല്ലാ അറിവും ചെറുതല്ല കേട്ടോ, നമുക്ക് അറിഞ്ഞു വരാം. അരളിയിൽ വിഷമുണ്ട് എന്നത് പുതിയ അറിവല്ല. വേരിൽ തുടങ്ങി ഇലയും പൂവും തണ്ടും കായുമെല്ലാം വിഷമയം. മഞ്ഞ നിറത്തിൽ, പിങ്ക് നിറത്തിൽ, വെള്ള നിറത്തിൽ നല്ല ഭംഗിയുള്ള അരളിപ്പൂവുകൾ. പൂജയ്ക്കുപയോഗിക്കുന്ന, മുടിയിൽ ചൂടുന്ന പ്രൗഢിയുള്ള പുഷ്പം. കണ്ടാൽ സുഗന്ധം നുണഞ്ഞ് ഒന്ന് ഓമനിക്കാതെ പോകില്ല ആരും. പക്ഷേ ആ സൗന്ദര്യത്തിന് പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇലകളിലാണ് കൂടുതൽ വിഷം. ഡിജിറ്റാലിസ് ഗ്ലൈക്കോസൈഡ് എന്ന രാസപദാർത്ഥം കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും. രക്തം കട്ട പിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും. വളരെ വേഗത്തിലാണ് അരളിയുടെ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. 1 ഗ്രാം അകത്തെത്തിയാൽ തന്നെ ജീവന് അപകടമാണ്. അരളിയെ മാറ്റി നിർത്താം. കുന്നിക്കുരുവാണ് അടുത്തത്. ഇത്തിരി കുഞ്ഞൻ ഒറ്റക്കണ്ണൻ. ഒരു ജീരക മിഠായിയുടെ വലിപ്പം കാണും. കുട്ടികൾ കണ്ടാൽ കൗതുകത്തോടെ കളിക്കും. വിഴുങ്ങാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം സൂക്ഷിക്കണം. എന്നാൽ ചവച്ചരച്ചു തിന്നാൽ മാത്രമേ ഇതിലെ അബ്രിൻ എന്ന വിഷം പ്രവർത്തിക്കൂ എന്നത് അല്പം ആശ്വാസമാണ്. കുന്നിക്കുരു ചവച്ചരച്ചു കഴിച്ചാൽ ഛർദി, ഹൃദയമിടിപ്പ് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളിലൂടെ മരണം വരെ സംഭവിക്കാം. ആവണക്കാണ് മറ്റൊന്ന്. കുരുവാണ് പ്രശ്നക്കാരൻ. റിസിൻ എന്ന വിഷവസ്തു ആവണക്കിൻ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. 5ഓ 6ഓ കുരുവൊക്കെ അകത്ത് ചെന്നാൽ അപകടമാണ്. ആവണക്കിൻ കുരുവിൽ നിന്നാണ് ആവണക്കെണ്ണ ഉണ്ടാക്കുന്നത്. എന്നാൽ തൈലം വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കാരണം വിഷാംശം എണ്ണയിലേക്ക് കലരില്ല. അടുത്തത് ഉമ്മം. ഉമ്മത്തിൻകായ കൂടുതൽ അളവിൽ ഉള്ളിൽ ചെന്നാൽ അപകടമാണ്. ബോധക്കേട്, ഹാലുസിനേഷൻ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. കാഞ്ഞിരക്കുരുവും പ്രശ്നക്കാരനാണ്. കയ്പായതുകൊണ്ട് ആരും കഴിക്കാൻ പോകാറില്ല എന്നതാണ് ആശ്വാസം. ചുറ്റുപാടും സുലഭമായവ, കാണാൻ ഭംഗിയുള്ളവ, പലതിലും പ്രശ്നക്കാരുണ്ട്. കൂടിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ അവർ കുഴപ്പക്കാരാകുന്നു. എല്ലാം പേടിക്കേണ്ടവയല്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.